ഇന്നത്തെ പരിപാടി വന്നിട്ട് നമ്മളിത് ആ തലയിൽ ഇതിങ്ങനെ ഹെന്ന ചെയ്യലാണ് കേട്ടോ, വീട്ടിൽ തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്നുള്ള വീഡിയോയിലേക്ക് നേരെ പോകാം. തലേന്നത്തെ കഞ്ഞിവെള്ളം ഞാനിങ്ങനെ കുപ്പിയിലാക്കി എടുത്ത് വെക്കിട്ട് കഴിയും തോറും ഇതിൽ ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് എടുത്ത് വെക്കിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട്, ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ച് നമുക്ക് തലയിലേക്ക് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഹെന്ന മിക്സ് ചെയ്യാൻ ആവശ്യമുള്ളത് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് ബഞ്ചാറാസിൻ്റെ നാച്ചുറൽ ഹെന്നയാണ് വിത്ത് ഹെയർ കെയർ ഹെർബ്സ് കേട്ടോ. സിൽക്കി സ്മൂത്ത് ഹെയർ ആക്കി മാറ്റും കേട്ടോ. പിന്നെ അതിൽ അമ്ലയും കൂടെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. പിന്നെ റേറ്റ് വന്നിട്ട് 30 രൂപയോളം. നമുക്കൊരു കുറച്ച് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 തവണ ഉപയോഗിക്കാനായിട്ടും പറ്റും കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ പൊട്ടിച്ചതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കാം കേട്ടോ. പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയവും പോകും, അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇരിക്കും വേണം കുറേ നേരം. പിന്നെ എന്താ പറയുക, 100-300 രൂപയുടെ മുകളിലാവും ചെയ്യും. ഇതാകുമ്പോൾ 30 രൂപയുടെ ഉള്ളിൽ കാര്യവും നടക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊരാൾ ചെയ്തുതരാൻ ഉണ്ടാവില്ല, നമ്മൾ തന്നെ ചെയ്യണമെന്ന് മാത്രം. നല്ലോണം ഉടച്ചെടുക്കണം, നല്ല പോലെ കട്ടയുണ്ടാവും. അപ്പോൾ നല്ലോണം സ്പൂൺ വെച്ച് മിക്സ് ആക്കാം. ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടുള്ള ഒരു ഹെയറാണ് കേട്ടോ ഇത്. പിന്നെന്താ പറയുക, നല്ലോണം ചെടെടുക്കാം, അതാണ് മെയിനായിട്ട് വേണ്ടത്. ചെടയൊന്നും നമ്മൾ കുളിക്കുമ്പോൾ ചെടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടി നല്ല പോലെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കൂടി ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. ഞാൻ കുറച്ച് നാളായി ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട്, പിന്നെ ഹെയർ ഒന്ന് കട്ട് ചെയ്യുകയും ചെയ്തു ഞാൻ. അപ്പോൾ ഒരു കൊഴിച്ചിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഹെയർ കെയറും ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൊഴിച്ചിലിൻ്റെ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ വിചാരിച്ചു ഇനി ഹെന്നയും കൂടെ ചെയ്യാമെന്ന്. ഈ ഭാഗത്തൊന്നും എനിക്ക് മുടിയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ വന്നത് ഹെയർ കെയർ ചെയ്തതിന് ശേഷം. പിന്നെ ഈ 2 ദിവസം തിരുവനന്തപുരത്ത് പോയി പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അതോടുകൂടെ എൻ്റെ മുടിയും പോയി എന്ന് പറയാം. അപ്പോൾ അതെ ഇന്നത്തെ ആദ്യത്തെ ആരംഭിക്കുകയാണ് കേട്ടോ ഹെയർ കെയർ. പിന്നെ സെന്റർ പാർട്ടീഷൻ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തേക്കാം. ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് എടുത്തെടുത്ത് ഇങ്ങനെ തേച്ച് വെച്ച് പോവാം കേട്ടോ. ഞാൻ അത് മുഴുവൻ കാണിക്കുന്നില്ല, മുഴുവൻ കാണിച്ചാൽ തന്നെ വീഡിയോ വലുതാവും ചെയ്യും. ഇങ്ങനെ കുറേശ്ശെ എടുക്കുക, എന്നിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് മുടിയുടെ അടി വരെ അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ ഹെയർ ഓയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വിണ്ട് പൊട്ടുമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതേ ഞാൻ കളർ ഹെന്നയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം കളറൊക്കെ ഉണ്ടാവും. പുറത്ത് പോകുന്നവരാണെങ്കിൽ കളറില്ലാത്തത് നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ, കളറില്ലാത്തത് ഉണ്ടാവും. പിന്നെ ഹെന്നയിൽ എല്ലാത്തിലും കുറച്ച് കളർ ഉണ്ടാവും. അപ്പം ഞാൻ കരുതി കളർ ഹെന്ന വാങ്ങാം എന്ന് വിചാരിച്ചിട്ട്. കുറെ നാളായി മുടിയൊക്കെ ഒരു ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ച പോലെ ഇരിക്കുന്നു. അപ്പൊ കളർ ഹെന്ന ഇത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതുപോലെ തോന്നി ചെയ്യില്ല. പിന്നെ കൈമത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കുന്ന കാരണം പിന്നെ പുറത്തിറങ്ങിയാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പറയാ, ഇപ്പൊ കൈമത്തി ആയാലും നമുക്കങ്ങനെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇത് 2 ദിവസത്തിനുള്ളിൽ പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് കളർ ഹെന്ന വാങ്ങിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതെ സംഭവമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. കൈ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കയ്യില് മാറും കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ കളർ ഹെന്ന അല്ലാതെ വാങ്ങുന്നവർക്ക് അത് വാങ്ങാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ മൈലാഞ്ചി ഇടില്ലേ, അതിങ്ങനെ മൈലാഞ്ചി അരച്ചിട്ട്, അത് നല്ല മൈലാഞ്ചി ഇട്ടാൽ നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് അരയ്ക്കുന്നത്. ഇങ്ങനെ കയ്യിൽ ഫുള്ളാക്കി ഇടാനും നഖത്തും ഇടാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഇത് അതുപോലെ ഒന്നും ഇല്ല, ഇതേതാണ്ട് കൂറ പിടിച്ച പോലെയുണ്ട്. അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് എന്താ പറയാ പിടിക്കട്ടെ. അതിനുവേണ്ടി ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം കഴുകി കളഞ്ഞിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം. റിസൾട്ട് എന്ന് പറയുന്നത് ഹെന്ന ചെയ്തതിന്റെ റിസൾട്ട് കേട്ടോ, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹൈ റിസൾട്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഹെന്ന ചെയ്തതിന്റെ ആ മുടിക്ക് കിട്ടുന്ന ഒരു ചെറിയ മാറ്റം. കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഈ കുഞ്ഞുവാൾക്ക് ഇടുന്ന ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാവുമ്പോൾ നമ്മുടെ എന്താ പറയുക മുടി പൊട്ടിയൊന്നും പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ തന്നെ ഉണങ്ങിക്കോളും. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം കൂടെ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ, അടിപൊളിയാണ്. നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ്. മറ്റേ റഫായിട്ടുള്ള ആ ഒരു തോർത്ത് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ സംഭവം എന്താ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയൊരു ഫീല് കാണുന്നുണ്ട് കേട്ടോ. കരുതി പതിയെ ഉണങ്ങിയാൽ മതി ഇത്. ഞാനങ്ങനെ ഡ്രയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. നാളത്തെ എൻ്റെ മോർണിംഗിലത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹെയർ കാണിച്ചു തരാം കേട്ടോ, ഹെന്ന ചെയ്തിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.